പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള മന്ത്രിമാരുമായി കൂടിക്കാഴ്ച നടത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ. സാമ്പത്തിക സഹായം ഉൾപ്പെടെ സംസ്ഥാനം മുന്നോട്ട് വച്ച കാര്യങ്ങളിൽ പ്രധാനമന്ത്രിയുടെ ഇടപെടൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി മുഖ്യമന്ത്രി പറഞ്ഞു. എയിംസ് കോഴിക്കോട് കിനാലൂരിൽ വേണമെന്ന് മാത്രമാണ് സർക്കാർ ആവശ്യപ്പെടുന്നതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. എന്നാൽ ജീവൽ പ്രശ്നങ്ങളിൽ കഴിഞ്ഞ കുറച്ചു നാളുകളായി കേന്ദ്രത്തിൽ നിന്ന് പരിഗണന ലഭിക്കുന്നില്ല എന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമൻ, ആരോഗ്യമന്ത്രി ജെ.പി. നദ്ദ, ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി എന്നിവരെ കണ്ട ശേഷമാണ് മുഖ്യമന്ത്രി ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി വസതിയിൽ കൂടിക്കാഴ്ച നടത്തിയത്. 1 മണിക്കൂറോളം നീണ്ടുനിന്ന കൂടിക്കാഴ്ചയിൽ ചീഫ് സെക്രട്ടറിയും പങ്കെടുത്തു. കടമെടുപ്പ് പരിധി, വയനാട് പുനരധിവാസം, എയിംസ്, ജെറിയാട്രിക് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, ദേശീയപാത വികസനം തുടങ്ങി നിരവധി ആവശ്യങ്ങൾ പ്രധാനമന്ത്രിയെ മുഖ്യമന്ത്രി ധരിപ്പിച്ചു. വിഷയത്തിൽ അനുഭാവപൂർവ്വം ഇടപെടാമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞതായി മുഖ്യമന്ത്രി പിന്നീട് വ്യക്തമാക്കി. 4 പ്രധാന ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം, എല്ലാം പ്രധാനം തന്നെ, മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ പുനരധിവാസം, അതിന് NDRF-ൽ നിന്ന്, ദേശീയ ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നും 2221 കോടി രൂപ ഗ്രാന്റ് അനുവദിക്കണമെന്ന ആവശ്യം നേരത്തെ ഉന്നയിച്ചതാണ്. അത് ഇപ്പം ഞങ്ങൾ കണ്ടപ്പോഴും പ്രധാനമന്ത്രിയുടെ അടുത്ത് ആവർത്തിക്കുകയുണ്ടായി. ഇത് വായ്പയായി കണക്കാക്കരുത്, ദുരിതാശ്വാസത്തിനും പുനർനിർമ്മാണത്തിനുമുള്ള ഗ്രാന്റായി പരിഗണിക്കണമെന്നാണ് അഭ്യർത്ഥിച്ചത്. അതോടൊപ്പം സംസ്ഥാനം നേരിടുന്ന സാമ്പത്തിക പ്രയാസങ്ങളെക്കുറിച്ച് പ്രധാനമന്ത്രിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു. ഭൂമി കണ്ടെത്തിയ കാര്യവും നടപടികൾക്ക് സംസ്ഥാന സർക്കാർ തയ്യാറാണ് എന്ന കാര്യവും ആരോഗ്യമന്ത്രി ജെ.പി. നദ്ദയെ മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്. അതേസമയം കോഴിക്കോട് തന്നെ എയിംസ് വേണമെന്നാണ് സർക്കാരിന്റെ നിലപാടെന്നും മറ്റൊരു സ്ഥലവും സർക്കാർ നിർദ്ദേശിച്ചിട്ടില്ല എന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. ദേശീയപാത സ്ഥലമെടുപ്പിന് 25% തുക സംസ്ഥാന സർക്കാർ വഹിച്ചതിനാൽ അധിക കണക്കെടുപ്പ് അനുവദിക്കണമെന്ന് സംസ്ഥാനം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ദേശീയപാത നിർമ്മാണ പുരോഗതി വിലയിരുത്താൻ ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി ഉടൻ കേരളത്തിലെത്തും. വയനാട് സാമ്പത്തിക സഹായത്തിൽ പുനഃപരിശോധന വേണമെന്ന് അമിത്ഷായോട് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. തീരദേശ സുരക്ഷയ്ക്കായി ഇന്ത്യ റിസർവ് ബറ്റാലിയന്റെ ഒരു കമ്പനി സംസ്ഥാനത്തെത്തും. മറൈൻ ബറ്റാലിയനായി ഇത് പ്രവർത്തിക്കുമെന്ന് മുഖ്യമന്ത്രി ഡൽഹിയിൽ പറഞ്ഞു. കൂടിക്കാഴ്ച വിജയമെന്ന് മുഖ്യമന്ത്രി പറയുമ്പോഴും ജീവൽ പ്രശ്നങ്ങളിൽ വലിയ പരിഗണന ലഭിച്ചില്ല എന്ന വസ്തുത മുഖ്യമന്ത്രി മറച്ചുവെച്ചിട്ടില്ല. അമൃത ന്യൂസ്, ന്യൂഡൽഹി.